ഹലോ എവരി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? ക്ലാസ് ഒക്കെ കാണുന്നുണ്ടോ? കുറച്ചു പേരൊക്കെ 1 by 1 വീഡിയോസ് ഒക്കെ കണ്ടിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. അപ്പൊ നമുക്ക് സമയമൊക്കെ വളരെ കുറവാണല്ലേ. ഇത്രയും സബ്ജക്ട്സ് നമ്മൾ കവർ ചെയ്യണം, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങണം കേട്ടോ. ഈ നമ്മൾ ക്ലാസ് എടുക്കുന്ന ആ ഒരു ഒപ്പത്തിനൊപ്പം നിങ്ങൾ വരണം. അങ്ങനെ നമുക്ക് നല്ല സെറ്റാക്കി റെഡി ആക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവണം. നമ്മളിത് കമ്പൈൻ സ്റ്റഡി ആയിട്ടാണല്ലോ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ക്ലാസ് ആയിട്ടൊന്നുമല്ല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ 2015 അക്കൗണ്ട്സ് ഓഫീസർ, കെൽപ്പാമിലോട്ടുള്ള അക്കൗണ്ട്സ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതുപോലുള്ള മാക്സിമം ഈ അക്കൗണ്ടന്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് ആ ഒരു ഫീൽഡിൽ നടന്നിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് മൊത്തം 1 വേർഡിലാണ് ഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുകയാണ്. ഇനിയുള്ള എക്സാമിൽ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത്, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഏതൊക്കെ ഏരിയ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. Question. Accountants treat a business as distinct from the person who own it. This concept is termed as ഒരു ബിസിനസ്സും അത് നടത്തുന്ന ആളും തമ്മിൽ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് എന്ന ഒരു രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ ബേസിൽ നടത്തുന്നതിന് എന്താ പറയുന്നത്? ആ ഒരു കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ എക്സ്പെൻഡിച്ചർ വിച്ച് റിസൾട്ട്സ് ഇൻ ദ അക്വിസിഷൻ ഓഫ് ആൻ അസെറ്റ്, tangible or intangible, which can be later be sold or converted into cash, or which result in an increase in the earning capacity of a business, or which affords some other advantages to the firm. അപ്പോൾ ഒരു അസെറ്റ് വാങ്ങിക്കാൻ, അത് ടാഞ്ചിബിൾ ആയിക്കോട്ടെ ഇൻടാഞ്ചിബിൾ ആയിക്കോട്ടെ, അസെറ്റ് വാങ്ങിക്കാൻ വേണ്ടി നമ്മൾക്ക് വന്നിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ എന്തായിട്ടാണ് നമ്മൾ പറയുന്നത്? അസറ്റിൽ നിന്ന് നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്, ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ആയിട്ട് നമുക്ക് ആ അസറ്റിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരം കുറേ ബെനിഫിറ്റ്സ് നമുക്ക് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഏത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാനായിട്ട് മടി വിചാരിക്കരുത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ. ദ അസെറ്റ്സ് വിച്ച് കോൺസ്റ്റൻ്റ്ലി ചേഞ്ച് ഇൻ വാല്യൂ ത്രൂ ട്രാൻസാക്ഷൻ ദാറ്റ് ആർ എൻറ്റേർഡ് ഇൻ ടു ആർ കോൾഡ്. അപ്പം നമുക്ക് ഒരു അസെറ്റ്, ആ അസെറ്റിൻ്റെ വാല്യൂ നമ്മൾ ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻസ് നടത്തുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ വാല്യൂവിൽ മാറ്റം വരുന്ന അസെറ്റുകളെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ സി, ഫ്ലോട്ടിംഗ് അസെറ്റ് എന്നാണ് വിളിക്കുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ദ അക്കൗണ്ടിങ് പ്രാക്ടീസ് ഷുഡ് റിമൈൻ ദ സെയിം ഫ്രം 1 year to another ഇയർ. ഓരോ വർഷവും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസ് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിളിനെ പറയുന്ന പേരെന്താണ്? കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. അടുത്ത ക്വസ്റ്റ്യൻ. റീറ്റെയിൻഡ് ഏണിംഗ് ഈസ് എ ഡാഷ്. റീറ്റെയിൻഡ് ഏണിംഗ് എന്ന് പറയുന്നത് അസെറ്റ് ടു ദ കമ്പനിക്ക് ഒരു അസെറ്റാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഓഫ് ദി അക്കൗണ്ട്സ് ക്യാൻ ബി ചെക്ക്ഡ് ബൈ പ്രിപ്പയറിംഗ്. എന്ത് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഓപ്ഷൻ സി, ട്രയൽ ബാലൻസ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡ്യുവൽ ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ് ഈസ് എൻഷ്യോർഡ് ഇൻ ദ. അപ്പോൾ ഒരു ട്രാൻസാക്ഷന് 2 ആസ്പെക്റ്റ് ഉണ്ട് എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് സിസ്റ്റമാണ് അങ്ങനെ പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്റ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ എ, ഡബിൾ എൻട്രി സിസ്റ്റം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ട്രാൻസാക്ഷൻസ് ആർ എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ് ഇൻ ദ കൺസെപ്റ്റ് ഓഫ്. അപ്പം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു അസെറ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക, അത് ആക്ച്വലി എത്രയാണോ അതിൻ്റെ എമൗണ്ട് വന്നത് അത് തന്നെ കാണിക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ഏതാണ്? കോസ്റ്റ് കൺസെപ്റ്റാണ്. ഓപ്ഷൻ എ, കോസ്റ്റ് കൺസെപ്റ്റാണ്. അസെറ്റിനെ അതിൻ്റെ ബുക്ക് വാല്യൂവിൽ നമ്മൾ കാണിക്കുന്നതാണ്, കോസ്റ്റ് കൺസെപ്റ്റാണ്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബാലൻസ് ഷീറ്റ് ഈസ് ഓൾസോ കോൾഡ്. ബാലൻസ് ഷീറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ബി പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയറോഫ്. ഇവിടെ എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അക്കൗണ്ടിങ്ങിനെ കുറിച്ചാണ്. ഇത് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഷെയർസ് ഹൂസ് വാല്യൂ വിച്ച് ഫ്ലക്ച്വേറ്റ് ഇൻ ദ മാർക്കറ്റ് വിത്ത് ദ ഫോർച്യൂൺ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഭാവി അനുസരിച്ചിട്ട്, കമ്പനിയുടെ വളർച്ച അനുസരിച്ച് അതിൻ്റെ വാല്യൂവിൽ നല്ല രീതിയിൽ മാറ്റം വരുന്ന ഷെയർസാണ് ഇക്വിറ്റി ഷെയർസ്. ഓപ്ഷൻ എ ഓപ്ഷൻ സി ഇക്വിറ്റി ഷെയർസ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റൈസ്. നമുക്ക് ഒരു കമ്പനിക്ക് മാക്സിമം റേസ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന് പറയുന്ന പേരെന്താണ്? നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും. ഇവിടെ ഓതറൈസ്ഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഓപ്ഷൻ ബി നോമിനൽ ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ വാല്യുവേഷൻ ഓഫ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്തിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ഗുഡ്വിൽ. ഗുഡ്വില്ലിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഈസ് റെഗുലേറ്റഡ് ബൈ. എല്ലാ തരത്തിലുള്ള ഇഷ്യൂസും, ഷെയർ ഇഷ്യൂ ആയിക്കോട്ടെ, ഡിബഞ്ചർ ഇഷ്യൂ ആയിക്കോട്ടെ, ക്യാപിറ്റൽ ഇഷ്യൂസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? സെബിയാണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വൺ കമ്പനി ടേക്സ് ഓവർ അനദർ കമ്പനി ഇറ്റ് ഈസ് കോൾഡ്. ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുന്നതിന് പറയുന്ന പേരെന്താണ്? അമാൽഗമേഷൻ ആണോ, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ആണോ, ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണോ, അബ്സോർപ്ഷൻ ആണോ? അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷനിൽ ഒരു പഴയ എ ബി എന്ന് പറഞ്ഞ എയും ബിയും രണ്ട് കമ്പനിയാണെങ്കിൽ എ ബിയെ എന്ത് ചെയ്യുന്നു? ഏറ്റെടുക്കുന്നു. അപ്പോൾ എയുടെ എക്സിസ്റ്റൻസ് അവിടെ ഉണ്ട്, ബി മാത്രമേ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ? ബി മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. ബിയുടെ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യുന്നു, ബി വൈൻഡപ്പ് ചെയ്യുന്നു. എ എന്ന് പറയുന്ന കമ്പനി അവിടെ തന്നെയുണ്ട്. അബ്സോർപ്ഷനിൽ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് ഒരു പുതിയ കമ്പനി ഉണ്ടാവുന്നു, അതാണ് അമാൽഗമേഷൻ. ബാക്കിയുള്ള നിങ്ങൾക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, പഴയ കമ്പനി ലിക്വിഡേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ കമ്പനി ഉണ്ടാകുന്നു. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരുത്തുന്നതിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും പറയുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ പർച്ചേസ് കൺസിഡറേഷൻ ഗിവൺ ഡയറക്ട്ലി ബൈ stating the amount to be paid by the purchasing company to the shareholders of the vendor company. അപ്പോൾ ഇത്തരത്തിൽ ടേക്ക് ഓവർ ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുന്ന കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്ന, ഏത് കമ്പനിയാണോ ഏറ്റെടുക്കുന്നത്, അതായത് പർച്ചേസിങ് കമ്പനി സെല്ലിംഗ് കമ്പനിക്ക് കൊടുക്കുന്ന പർച്ചേസ് കൺസിഡറേഷൻ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ്? അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർസ് ആയിട്ടോ, എമൗണ്ട് ടു ബി പെയ്ഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ടു ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദി വെൻഡർ കമ്പനി നേരിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് മെത്തേഡിലാണ് അങ്ങനെ കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിൽ സെല്ലിംഗ് കമ്പനിക്ക് ക്യാഷ് ആയിട്ടോ ഷെയർസ് ആയിട്ടോ എന്ത് ചെയ്യുന്നു? പർച്ചേസിങ് കമ്പനി കൊടുക്കുകയാണ് ചെയ്യുന്നത്, പർച്ചേസ് കൺസിഡറേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ ഷെയർസ് ആർ ഇഷ്യൂഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ദ കമ്പനി ടു ദ പബ്ലിക് ഇറ്റ് ഈസ് കോൾഡ്. ആദ്യമായിട്ട് ഷെയർ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ സി ഇനീഷ്യൽ പബ്ലിക് ഓഫർ, IPO. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ഇൻ ദ ഷെയർ ഹോൾഡ്, വെൻ ഷെയർസ് ആർ ഫോർഫീറ്റഡ് ദ ഷെയർ ഹോൾഡർ എന്താ അവിടെ സംഭവിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷെയർ ഫോർഫീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷെയർ ക്യാൻസൽ ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ ഷെയർ ഹോൾഡർ ഷെയർ അലോട്ട് ചെയ്ത വ്യക്തിക്ക് കോൾ വിളിക്കുന്ന സമയത്ത് പൈസ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 14 ദിവസത്തെ നോട്ടീസ് കൊടുത്തതിന് ശേഷം ഷെയർ അദ്ദേഹത്തിൻ്റെ പേര് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യും. അതിനെയാണ് ഫോർഫീച്ചർ എന്ന്
പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ഓപ്ഷൻ? നെയിം വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക, അത് ഇതുമായിട്ട് ബന്ധപ്പെടാത്തതാണ്. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ക്യാൻ അതർവൈസ് ബി കോൾഡ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the aggregate of the shares and other securities issued and the payment in cash by the buyer company to the shareholder of the vendor company. അപ്പോൾ നമ്മൾ ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ പർച്ചേസിങ് കമ്പനി സെല്ലിംഗ് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർസ് ഇഷ്യൂ ചെയ്ത് പണം കൊടുക്കുന്ന അല്ലെങ്കിൽ കൺസിഡറേഷൻ കൊടുക്കുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, പർച്ചേസ് കൺസിഡറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ച്വൽ ഓർ നോഷണൽ ഇൻകേർഡ് ഓർ അട്രിബ്യൂട്ടബിൾ ടു എ ഗിവൺ തിങ്. നമ്മളൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ, അതിനെ നമുക്ക് എന്ത് വിളിക്കാം? കോസ്റ്റ് എന്ന് വിളിക്കാം. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ഫോർ വിച്ച് ഓർഡർ ഈസ് പ്ലേസ്ഡ് വെൻ മെറ്റീരിയൽസ് ആർ ടു ബി പർച്ചേസ്ഡ്. നമ്മൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ കോസ്റ്റ് കുറയുന്ന രീതിയിൽ ഒരു പർച്ചേസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്താണ് വിളിക്കുന്നത്? ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, EOQ. ഓപ്ഷൻ സി ആണ് ആൻസർ, EOQ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് എസർട്ടൈനിങ് കോസ്റ്റ് ഇൻ ദോസ് ഇൻഡസ്ട്രീസ് ഇൻ വിച്ച് ഗുഡ്സ് ആർ മാനുഫാക്ചേർഡ് ഓർ സർവീസസ് ആർ റെൻറ്റേഡ് അഗെൻസ്റ്റ് സ്പെസിഫിക് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് പ്രകാരം പ്രോഡക്റ്റുകൾ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത്തരം കേസിൽ ഏത് രീതിയിലുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ജോബ് കോസ്റ്റിംഗ് ആണ്. ഓപ്ഷൻ ഡി, ജോബ് കോസ്റ്റിംഗ്. Next question, the provision for increase in the contract price to accommodate increase in material and labor cost. കോൺട്രാക്റ്റ് കോസ്റ്റിങ്ങിൽ വരുമ്പോൾ ഒരു കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വർഷങ്ങളിൽ പ്രൈസ് മെറ്റീരിയൽസിൻ്റെയോ ലേബറിൻ്റെയൊക്കെ ചാർജ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കോൺട്രാക്റ്റ് പ്രൈസിലും മാറ്റം വരുത്താൻ അല്ലെങ്കിൽ അത് കൂടുതൽ ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കോൺട്രാക്ടർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ക്ലോസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസ്കലേഷൻ ക്ലോസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, എസ്കലേഷൻ ക്ലോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് ഡിസൈൻഡ് ടു ഷോ ദ ഔട്ട്പുട്ട് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡ് അലോങ് വിത്ത് ദ ബ്രേക്കപ്പ് ഓഫ് കോസ്റ്റ്. നമുക്ക് എത്ര ഉൽപ്പാദനം നമ്മൾ നടത്തിയിട്ടുണ്ടെന്നും എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് വന്ന ഓരോ കോസ്റ്റും, മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ്, ഇത് ബ്രേക്കപ്പ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ 25 ഡി ആണ്, കോസ്റ്റ് ഷീറ്റ് ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, the smallest segment of activity or area of or responsibility for which costs are accumulated. അപ്പോൾ ഒരു പ്രത്യേക ഏരിയ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു യൂണിറ്റിനെ കോസ്റ്റ്, അവിടെയാണ് കോസ്റ്റ് കൺട്രോളിങ്ങും അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തുകൊണ്ടുള്ള ആ ഒരു സ്ഥലത്തെ പറയുന്ന പേരെന്താണ്? കോസ്റ്റ് സെൻറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ സെഗ്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റി ഓർ ഏരിയ, ഒരു പർട്ടിക്കുലർ പ്ലേസ് ആവാം, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ആവാം, ഒരു പേഴ്സൺ ആവാം, എന്തുമാവാം, അവർക്ക് കോസ്റ്റിൻ്റെ മൊത്തം ഉത്തരവാദിത്തങ്ങളും കോസ്റ്റ് കൺട്രോളിങ്ങും ആ ഭാഗത്താണ് കൂടുതൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വരുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ 26ന്റെ ആൻസർ ഓപ്ഷൻ സി, കോസ്റ്റ് സെൻറ്റേഴ്സ്. The change in cost due to change in the level of activity or pattern or method of production is called. നമ്മൾ ഓരോ ലെവൽ മാറ്റുമ്പോഴും അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും നമുക്ക് വരുന്ന വ്യത്യസ്തങ്ങളായിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെ പറയുന്ന കോസ്റ്റിലുണ്ടാകുന്ന ആ മാറ്റത്തെ വിളിക്കുന്ന പേര് ഏതാണ്? ഓപ്ഷൻ എ, ഡിഫറൻഷ്യൽ കോസ്റ്റ് ആണ്. ഓപ്ഷൻ എ, ഡിഫറൻഷ്യൽ കോസ്റ്റ്. രണ്ട് വ്യത്യസ്ത രീതികളിലൂടെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കൊണ്ടുപോകുമ്പോൾ ഓരോ യൂണിറ്റ് ഓഫ് ചേഞ്ച്, ലെവൽ ഓഫ് ആക്ടിവിറ്റിയും കൂടുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ കോസ്റ്റിലും മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോസ്റ്റിനെ, ചേഞ്ച് ഇൻ കോസ്റ്റിനെ പറയുന്ന പേരാണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ ജോയിൻറ്റ് പ്രോഡക്ട്സ് ആർ ട്രീറ്റഡ് ആസ്. 28ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ജോയിൻറ്റ് പ്രോഡക്ട്സിനെയും ഒരു പ്രോഡക്റ്റ് മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ അതേ പ്രോസസ്സിലുണ്ടാകുന്ന സെയിം ഇമ്പോർട്ടൻസ് ഉള്ള അല്ലെങ്കിൽ മെയിൻ പ്രോഡക്റ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ടതും വിൽക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് ജോയിൻറ്റ് പ്രോഡക്റ്റുകൾ. അപ്പോൾ ഈ ജോയിൻറ്റ് പ്രോഡക്റ്റിനെയും നമ്മൾ വിളിക്കുന്നത് എന്താണ്? മെയിൻ പ്രോഡക്റ്റായിട്ട് തന്നെയാണ്. അപ്പോൾ ഓൾ ജോയിൻറ്റ് പ്രോഡക്റ്റ് ആർ ട്രീറ്റഡ് ആസ് മെയിൻ പ്രോഡക്റ്റ് എന്ന് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ ബി, മെയിൻ പ്രോഡക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ഓർ ടാർഗറ്റ്സ് ആൻഡ് കമ്പയറിംഗ് ആക്ച്വൽ പെർഫോമൻസ് വിത്ത് വ്യൂ ടു അസർട്ടൈൻ ഡീവിയേഷൻസ് ഫ്രം സ്റ്റാൻഡേർഡ്സ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ഈസ് ടേംഡ് ആസ്. നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യുകയും ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു കറക്റ്റീവ് ഡീവിയേഷൻസിനെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? കൺട്രോളിംഗ് എന്നാണ്. കോസ്റ്റിലോട്ട് വരുമ്പോൾ കോസ്റ്റ് കൺട്രോൾ എന്ന് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഫോർ ഡിസ്റ്റിങ്വിഷിംഗ് ബിറ്റ്വീൻ ജോയിൻറ്റ് പ്രോഡക്റ്റ് ആൻഡ് ബൈ പ്രോഡക്റ്റ്. ജോയിൻറ്റ് പ്രോഡക്റ്റും ബൈ പ്രോഡക്റ്റും തമ്മിൽ ഒരു വ്യത്യാസം നമുക്ക് എന്താണ് അതിന് തമ്മിൽ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സെയിൽസ് വാല്യൂ തന്നെയാണ്. ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സൈഡിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് ബൈ പ്രോഡക്റ്റുകൾ. പക്ഷേ അതിൻ്റെ സെയിൽസ് വൈസ് അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. പക്ഷേ നമ്മളൊരു മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന മെയിൻ പ്രോഡക്റ്റായിട്ട് തന്നെ വിൽക്കാൻ പറ്റുന്ന സബ് പ്രോഡക്റ്റുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജോയിൻറ്റ് പ്രോഡക്റ്റിനെയും ബൈ പ്രോഡക്റ്റിനെയും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന കാര്യം വിൽക്കുമ്പോൾ കിട്ടുന്ന വില തന്നെയാണ്. അപ്പോൾ മെയിൻ പ്രോഡക്റ്റിന് ജോയിൻറ്റ് പ്രോഡക്റ്റിന് മെയിൻ പ്രോഡക്റ്റ് പോലെ തന്നെ വില കിട്ടും. ബൈ പ്രോഡക്റ്റിനാണെങ്കിലോ അത്രയും സെയിൽസ് വാല്യൂ ഉണ്ടാവില്ല. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി, സെയിൽസ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, വേരിയസ് ഗ്രേഡ്സ് ഓഫ് കോൾ പ്രൊഡ്യൂസ്ഡ് ഇൻ മൈനിങ് ഷുഡ് ബി ട്രീറ്റഡ് ആസ്. നമ്മൾ ഖനനം ചെയ്യുമ്പോൾ വ്യത്യസ്ത ഗ്രേഡിലുള്ള കോള് നമുക്ക് ഖനനം ചെയ്തെടുക്കാനായിട്ട് സാധിക്കുമെങ്കിൽ ആ ഓരോ ഗ്രേഡിലുള്ളതിനെ അത്തരത്തിൽ കിട്ടുന്ന കോളുകൾ നമുക്ക് ഏത് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും? വ്യത്യസ്ത ഗ്രേഡ് ആണല്ലോ. അപ്പോൾ ബൈ പ്രോഡക്റ്റ് ആണോ, മെയിൻ പ്രോഡക്റ്റ് ആണോ, ജോയിൻറ്റ് പ്രോഡക്റ്റ് ആണോ, കോ പ്രോഡക്റ്റ് ആണോ? ജോയിൻറ്റ് പ്രോഡക്റ്റ് ആണ്. കാരണം ഈ ഗ്രേഡ് വ്യത്യാസം ഉണ്ടെങ്കിലും അതിന് ഈക്വലി എന്തുണ്ട്? സെയിൽസ് വാല്യൂ ഉണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. വ്യത്യസ്ത ഗ്രേഡിലുള്ള അരി ഉണ്ടെന്ന് ഓർത്തിട്ട് ഈ ഓരോ അരിക്കും നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ഉള്ളതല്ലേ, അതേപോലെ തന്നെയാണ് ഇത്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ, ബഡ്ജറ്ററി കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ്. ബഡ്ജറ്ററി കൺട്രോൾ ഒരു കോസ്റ്റ് കൺട്രോൾ മെത്തേഡാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, the National Productivity Council was established in 1958 with its headquarters at. എവിടെയാണ് നാഷണൽ പ്രൊഡക്ടിവിറ്റി കൗൺസിൽ? 1958 എസ്റ്റാബ്ലിഷ് ആയത്. എൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ, ന്യൂഡൽഹിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചേഞ്ച് ഇൻ മാർക്കറ്റ് വാല്യൂ റിസൾട്ടിംഗ് ഫ്രം ആൻ ഓൾട്രേഷൻ ഇൻ ദ ഫോം, ലൊക്കേഷൻ ഓർ അവൈലബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ് എക്സ്ക്ലൂഡിംഗ് ദ കോസ്റ്റ് ഓഫ് ബോട്ട് ഇൻ മെറ്റീരിയൽ ആൻഡ് സർവീസസ്. നമുക്ക് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്ന മെറ്റീരിയൽ കോസ്റ്റും മറ്റു കാര്യങ്ങളും ഒഴിവാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓൾട്രേഷൻ ഇൻ ദ ആ പ്രോഡക്റ്റിൻ്റെ ഫോമിൽ മാറ്റം വരുത്തുകയും പല ലൊക്കേഷനിൽ അത് നമ്മൾ സെയിൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനെ അതിനെ പറയുന്ന പേരെന്താണ്? വാല്യൂ അഡീഷൻ, വാല്യൂ ആഡഡ് ടു പ്രോഡക്റ്റ് എന്ന് നമുക്ക് പറയാം, വാല്യൂ അഡീഷൻ എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാനേജ്മെൻറ്റ് ടേക്സ് കറക്റ്റീവ് ആക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റിന് ബിസിനസ്സിലുണ്ടാകുന്ന പലതരത്തിലുള്ള മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാനും തക്ക സമയത്ത് ആക്ഷൻസ് എടുക്കാനും സാധിക്കുന്നത്? വേരിയൻസ് അനാലിസിസ് വഴിയാണ്. വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ്, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതും ആക്ച്വലി വന്നതും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡീവിയേഷൻസ് മനസ്സിലാക്കി കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ എമൗണ്ട് അറ്റ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ
by which the aggregate costs are changed if the volume of output is increased or decreased by 1 unit. നമ്മൾ വോളിയം, അതായത് ഉൽപ്പാദനം നമ്മൾ നിലവിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു 100 യൂണിറ്റ് ആണെങ്കിൽ ആ 100 യൂണിറ്റിൽ ഓരോ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ 100 യൂണിറ്റിൽ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ടോട്ടൽ കോസ്റ്റിനുണ്ടാകുന്ന ആ മാറ്റത്തെ, ഓരോ അഡീഷണൽ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കോസ്റ്റിനുണ്ടാകുന്ന മാറ്റത്തെ, വോളിയം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ, കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ കോസ്റ്റിനുണ്ടാകുന്ന ചേഞ്ചിനെ പറയുന്ന പേരാണ്, അഡീഷണൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്താലും ശരി കോസ്റ്റിനുണ്ടാകുന്ന മാറ്റത്തെ പറയുന്ന പേരാണ് മാർജിനൽ കോസ്റ്റ്. ഓപ്ഷൻ സി, മാർജിനൽ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, a document which sets out the responsibilities of the persons engaged in the routine of and the forms and records required for budgetary control. അപ്പോൾ ബഡ്ജറ്ററി കൺട്രോളുമായി ബന്ധപ്പെട്ട് അതുമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഫോളോ അപ്പ് നടത്തണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക്, ആരാണോ അതിന് ചാർജ് ആയിട്ടുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഡോക്യുമെൻ്റ് ഏതാണെന്നാണ് പറയുന്നത്. ബഡ്ജറ്റ് മാനുവലാണ്. ഓപ്ഷൻ ബി, ബഡ്ജറ്റ് മാനുവൽ. അടുത്ത ക്വസ്റ്റ്യൻ, കോസ്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹൊറിസോണ്ടൽ കോസ്റ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ്. കോസ്റ്റിനെ ഹൊറിസോണ്ടൽ എന്നും പ്രീ ഡിറ്റർമിൻഡ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി, ടൈം. ഓപ്ഷൻ സി, ടൈമിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്നും ഹൊറിസോണ്ടൽ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് വിച്ച് ആർ നോട്ട് റിലേറ്റഡ് ടു ഓപ്പറേഷൻസ് ബട്ട് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഈസ് കോൾഡ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കോസ്റ്റ് അല്ല, അതുമായിട്ട് റിലേറ്റഡ് അല്ല, പക്ഷേ ആ കോസ്റ്റിൽ മാനേജ്മെൻറ്റിന് ഒരു കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കോസ്റ്റുകളെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ ബി, ഡിസ്ക്രിഷണറി കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു. എന്താണ് പറയുന്നത്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ആൻസറാണ്, മൊബിലൈസേഷൻ ഓഫ് ഫണ്ട് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ബാക്കി ഓപ്ഷൻസ് വായിച്ച് നോക്കാം കേട്ടോ. ടൈം നമുക്ക് ലെങ്തി ആവുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടാണ് സ്പീഡി ആയിട്ട് പോകുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഈസ് എ ഡാഷ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പിലുള്ള ഡിസിഷനാണ്? ഓപ്പറേറ്റീവ് ആണോ, അഡ്മിനിസ്ട്രേറ്റീവ് ആണോ, സ്ട്രാറ്റജിക് ആണോ, അല്ലെങ്കിൽ ഇതെല്ലാമാണോ? സ്ട്രാറ്റജിക് ഡിസിഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ പേ ബാക്ക് പീരിയഡ് മെത്തേഡ് വി അക്സെപ്റ്റ് ദ പ്രോജക്റ്റ് ഹാവിങ്. പേ ബാക്ക് പീരിയഡ് മെത്തേഡിൽ ഏത് ടൈപ്പിലുള്ള പ്രോജക്റ്റുകളാണ് നമ്മൾ പേ ബാക്ക് പീരിയഡ് കണ്ടുപിടിച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ സി, ഷോർട്ടസ്റ്റ് പേ ബാക്ക് പീരിയഡ്. നമ്മൾ മുടക്കിയ തുക എത്ര പെട്ടെന്ന് നമുക്ക് റിട്ടേൺ കിട്ടുന്നു എന്നുള്ളതാണ് പേ ബാക്ക് പീരിയഡ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോജക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിവിഡൻഡ് ഡിസിഷൻ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ. ഡിവിഡൻഡ് കൊടുക്കുന്ന തീരുമാനം ഇതിൽ പറയുന്ന ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഒരു കാര്യം അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ഏതാണ്? പ്രോഫിറ്റ് ട്രെൻഡ് ആണോ, കമ്പനിയുടെ പ്രായമാണോ, ടാക്സേഷൻ പോളിസി ആണോ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണോ, ഏജ് ഓഫ് കമ്പനി. ഓപ്ഷൻ ബി, ഏജ് ഓഫ് കമ്പനി. എത്ര വർഷം പഴക്കമുള്ള കമ്പനിയാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഡിവിഡൻഡ് കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടെക്നിക്സ് വിച്ച് എനേബിൾ ടു ദ കമ്പനി ടു സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം അമംഗ് ദ നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് പ്രൊപ്പോസൽ ഈസ് കോൾഡ്. നമ്മളുടെ മുന്നിൽ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഒരുപാട് പ്രോജക്റ്റുകൾ ഉള്ളപ്പോൾ ഏറ്റവും നല്ല പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് അത്തരം ഡിസിഷൻസ് എടുക്കുന്നത്? അതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ ഡി, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ഈസ് പുട്ട് ഫോർവേഡഡ് ബൈ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ആരാണ് കൊണ്ടുവന്നത്, അല്ലെ ആ തിയറി ആരാണ് മുന്നോട്ട് വെച്ചത്? ആൻസർ ഡ്യൂറൻ്റ് ആണ്, ഡേവിഡ് ഡ്യൂറൻ്റ്. അത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസിൽ വരുന്നതാണ്. അപ്പോൾ ആരാണ് കൊണ്ടുവന്നത്? ഡേവിഡ് ഡ്യൂറൻ്റ് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ.